ഹായ് ഡിയർ ഫ്രണ്ട്സ്, വിക്രം വേദയുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ അച്ഛനും ചേട്ടനും സഞ്ചരിച്ച കാറിന് മുമ്പിൽ വട്ടം ചാടി. അങ്ങനെ അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷം അച്ഛനോട് 100,000 ചോദ്യം വേദ ചോദിക്കുന്നു. അച്ഛനും അതുപോലെ ചോദ്യങ്ങൾ വേദയോടും ചോദിക്കുന്നു. ഇത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുകയാണ്, നിന്റെ വിക്രത്തിനെ ഇനി ഒരു കേസിലും പെടുത്താതെ ഇരിക്കണമെങ്കിൽ നീ മര്യാദയ്ക്ക് നീ കാറിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ വേദ മനസ്സിൽ ഓർമ്മിക്കുകയാണ്, അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്ന വാക്കും വിക്രത്തെ ഇറക്കുമെന്നെല്ലാം അല്ലേ പറഞ്ഞിട്ട് വന്നത്. അതുകൊണ്ട് നമുക്ക് കാറിൽ കയറാമെന്ന് മനസ്സോടെയാണ് വേദ കാറിൽ കയറുന്നത്. എന്നിട്ടും ഇവരുടെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് വേദയോട് സംസാരിക്കുന്നത്. അപ്പൊ വേദ മനസ്സിൽ ഓർമ്മിക്കുകയാണ്, ദൈവമായിട്ട് തന്ന ആ താലി, അപ്പൊ ദൈവ നിശ്ചയമല്ലേ ഈ താലി, അപ്പൊ എന്തിനാ ഞാൻ ഇവരെ ഭയക്കുന്നത് എന്നുള്ള രീതിയിൽ വേദ ആ കാറിൽ കയറാതെ ഡോർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിയുമ്പോൾ ഇവർക്ക് ഇത് ദേഷ്യമാണ് ഉണ്ടാകുന്നത്. അവരും വേദ കയറിയില്ലല്ലോ എന്നുള്ള ഇതിൽ അവരും കാറെടുത്ത് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അമ്മ അമ്പലത്തിൽ പോയി ഒരുപാട് വഴിപാടുകൾ വിക്രത്തിന് വേണ്ടി നടത്തുകയാണ്. അപ്പോൾ അവിടുത്തെ പോറ്റി വന്ന് പറയുകയാണ്, മോൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞു അല്ലേ എന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, അത് കല്യാണം എന്ന് പറഞ്ഞുകൂടാ, അതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയും. അപ്പോൾ അവിടുത്തെ പോറ്റി പറയുകയാണ്, ആ കല്യാണം കൊണ്ട് നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ, അത് നല്ല കുട്ടിയാണ്, വിക്രത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, അത് ഒരു ദൈവസാന്നിധ്യമുള്ള കുട്ടിയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ആ കുട്ടി സന്തോഷമേ കൊണ്ടുവരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ മുഖത്തും ശ്രീജിയുടെ മുഖത്തും നല്ല സന്തോഷമാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് വിക്രത്തെ പോലീസുകാർ കൊണ്ടുവരികയാണ് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ശ്രീകാന്ത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനെ കാണുമ്പോൾ വിക്രം അളിയാന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അളിയനോ, നിന്റെ അളിയൻ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ വിക്രം പറയുകയാണ്, നിന്റെ അനിയത്തിയിലെ ഞാൻ കെട്ടിയ താലിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അപ്പം നീ എൻ്റെ അളിയനല്ലേ എന്ന് പറയും. ഇത് കഴിഞ്ഞ് ശ്രീകാന്തിന് പോലീസുകാരുടെ അടുത്ത് പറയുകയാണ്, ഇവൻ ഒരു വിളഞ്ഞ വിത്താണ്, ഇവനെ ഇവിടെ നിന്ന് ഒരു രീതിയിലും രക്ഷപ്പെടാൻ സമ്മതിക്കരുത്, ഇവനെ എന്തെങ്കിലും കുറ്റം ചുമത്തി ഇതിനെ അഴിക്കുള്ളിലാക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ശ്രീകാന്ത് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ രാധ ഓടി വരെയാണ്, എന്താ വിക്രം, എന്ത് സംഭവിച്ചു, നിന്നെ ആരാ ഇങ്ങനെ കുടുക്കിയത് എന്നൊക്കെ ഉള്ള ചോദ്യം. ഇത് കാണുമ്പോൾ വിക്രമിന് ദേഷ്യമാണ് വരുന്നത്. അപ്പോൾ രാധ പറയണ, അന്നേ ഞാൻ പറഞ്ഞില്ല ആ പെണ്ണിനെ ഒഴിവാക്കുന്നു, അപ്പോൾ നിനക്ക് ഒഴിവാക്കാൻ വയ്യ. അപ്പോൾ ഈ വേദയെ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം പറയുമ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യമാണ് രാധയുടെ അടുത്ത് ചോദിക്കുക, വിക്രം നീ എന്തിനിവിടെ വന്നു, നീ എന്തിനിവിടെ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നു. പക്ഷേ വിക്രത്തിന് രാധ വന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ വിക്രത്തിന്റെ കൂട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ പറയുകയാണ്, വിക്രമേ, നമ്മള് ശ്രീനിവാസ സാറ് ഒരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതാണ് രാജേന്ദ്ര സാറ്, ഇപ്പോൾ വരും, നീ സമാധാനിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ രാജേന്ദ്രൻ വക്കീൽ വരികയാണ്. ഇനി നിൽക്കുമ്പോൾ രാജേന്ദ്രൻ വക്കീൽ വരുമ്പോൾ രാധയാണെങ്കിൽ ഓടി പോവുകയാണ്. പോയിട്ട് പറയുന്നു, സാറേ എൻ്റെ വിക്രം ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ വിക്രത്തിനെ കുരുക്കിയതാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ വിക്രത്തിനെ രക്ഷിക്കണം എന്ന് പറയാം. അപ്പോൾ രാജേന്ദ്രൻ വക്കീൽ പറയുകയാണ്, ഇവരെയൊക്കെ എന്തിനവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ഇവരെയൊക്കെ പറഞ്ഞ് വിട്ടാലേ നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ വക്കീൽ വഴക്കാണ് പറയുന്നത്. എന്നിട്ട് വിക്രം പറയാണ്, രാധയെ കൊണ്ടുപോ എന്ന് പറയുന്നത്. എന്നിട്ട് രാധ പോകുന്നില്ല, അങ്ങനെ അവിടെ എവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ വക്കീലും പോലീസുകാരനും കൂടി ഒതുക്കത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാ പോലീസുകാരനോട് രാജേന്ദ്ര വക്കീൽ പറയുന്നു, എനിക്ക് ജഡ്ജി അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീകാന്തിനെ ഒന്ന് കാണണം. അതെന്തിനാ സാറേ എന്ന് പറയുമ്പോൾ അപ്പോൾ വക്കീൽ പറയുകയാണ്, അത് ഈ വക്കാലത്തൊഴിഞ്ഞ എന്തെങ്കിലും പ്രതിഫലമായിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഇടപെട്ടിട്ടും കാര്യമൊന്നുമില്ല, ഇതൊക്കെ വലിയ ആൾക്കാരെ കേസല്ലേ, ഇതിൽ നമ്മൾ വെറുതെ പെടുന്നതിനേക്കാളും ഇതിൽ നിന്ന് ഊരുന്നതാ നല്ലത്, ഉള്ളതിനെ മാച്ചോട്ട് ഊരുന്നതാ നല്ലത്. ഇത് കഴിഞ്ഞിരുമ്പോൾ ശ്രീകാന്തിൻ്റെ രാജേന്ദ്ര വക്കീൽ കാണുകയാണ്. അങ്ങനെ രാജേന്ദ്ര വക്കീലും ശ്രീകാന്തും കൂടി അങ്ങനെ സംസാരിച്ച് അവർ ഒത്തുതീർപ്പിലാകുകയും അവരവിടെ നിന്ന് പിരിയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് തീരുമ്പോൾ നമ്മുടെ വിക്രത്തിന് വാദിക്കാൻ വക്കീലില്ലാതെയാകുന്നു. അപ്പോൾ ഈ രാജേന്ദ്ര വക്കീൽ വന്ന് രാധയോട്, വിക്രം
നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ എന്തായാലും ഈ കേസ് ഒഴിയാൻ പോവുകയാണെന്ന് പറയാം. അപ്പോൾ രാധ പെട്ടെന്ന് ചോദിക്കുകയാണ്, അതെന്താ സാറേ ഇങ്ങനെ കാണിക്കുന്നത്, ഇത് ശരിയല്ലല്ലോ, കേസ് വിളിച്ചു കൂട്ടാൻ സമയമായപ്പോൾ പെട്ടെന്ന് സാറ് വന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രാധ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാജേന്ദ്ര വക്കീൽ പറയുകയാണ്, ഇതൊരു കുരുക്ക് പിടിച്ച കേസാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വെറുതെ ഞാൻ ശ്രമിച്ചിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കേസ് ഒഴിയാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഒഴിയുകയാണെന്ന് പറഞ്ഞ് രാജേന്ദ്ര വക്കീൽ. ഇപ്പോൾ വിക്രം പറയുകയാണ്, നിങ്ങളെ കേസ് ഏൽപ്പിച്ച ശ്രീനിവാസൻ സാറല്ലേ, ഈ കേസിൽ ജഡ്ജി അദ്ദേഹവും മോനുമാണെന്ന് മനസ്സിലാക്കിയ പോലീസ്. അപ്പോൾ പോലീസുകാരൻ പറയുകയാണ്, മര്യാദയ്ക്ക് ഇരുന്നില്ല നിന്നെ വേറെ എല്ലാ കേസും കൂടി നിന്റെ പേരിൽ ചാർത്തി വെക്കും എന്ന് പറഞ്ഞു, പിന്നെ നീ ഇവിടെ നിന്ന് ഒരു രീതിയിൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് വക്കീലും അങ്ങ് പോകുന്നു, പോലീസുകാരനും അങ്ങോട്ട് പോകുന്നു. ഇത് കഴിഞ്ഞ് വരുമ്പോൾ വിക്രത്തിൻ്റെ കൂട്ടുകാരനായ രാജേട്ടൻ വിളിച്ച് ശ്രീനിവാസ സാറിനോട് സംസാരിക്കുന്നു നടന്ന കാര്യമെല്ലാം. അങ്ങനെ ശ്രീനിവാസ സാർ രാജേന്ദ്ര വക്കീലിനെ ഫോൺ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ എന്താ നിങ്ങൾ കാണിച്ചത്, ഞാൻ വിക്രത്തെ വാദിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് സാറിന് അറിഞ്ഞൂടാ, ഇത് ഒരു കുഴപ്പം പിടിച്ച കേസാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുപോലെ തന്നെ സാറും ഇതിൽ നിന്ന് ഊരാൻ നോക്ക്, ഇലക്ഷനൊക്കെ വരുന്നതല്ലേ, വലിയ കുഴപ്പം പിടിച്ച കേസാണ്, അല്ലെങ്കിലും ഈ ഫോൺ റെക്കോർഡാണ് എന്ന് പറയാം. അപ്പോൾ ശ്രീനിവാസ സാറിനൊന്നും പറയാൻ പറ്റുന്നില്ല, അവരും അവിടെ പെടുകയാണ്. ഇത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രീനിവാസ സാറും ഫോൺ കട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ കോടതി വിളിക്കുമ്പോൾ വിക്രത്തെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ജഡ്ജിയായിട്ട് ഇരിക്കുന്ന ആരാ, നമ്മുടെ വേദയുടെ അച്ഛനായ ശങ്കരനാരായണനാണ്. അത് കഴിഞ്ഞ് തീരുമ്പോൾ വിക്രത്തിൻ്റെ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നു, കാപ്പ ചുവത്തിയ കേസാണ്, പാർട്ടിക്കാരനെ കൊല്ലാൻ ശ്രമിച്ച സംഭവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വിക്രത്തിനാണ് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. വിക്രം അന്തിച്ച് നിന്ന് നോക്കിയാണ് ഇത് ഏത് കേസാണ്, 2 ആഴ്ച ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ വിക്രത്തിന് വാദിക്കാൻ വക്കീലും എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും, ഇല്ല വന്നിട്ടില്ല. അപ്പോൾ കോടതിയിൽ നിന്ന് ഇനി വക്കീലെ വെച്ച് തരുമെന്ന് വിചാരിച്ചാണോ ഇങ്ങോട്ട് വന്നതെന്ന് കളിയാക്കി ചോദിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇല്ല വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വക്കീൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അന്തം വിട്ട് ശങ്കരനാരായണൻ നോക്കുമ്പോൾ ആരെയാ കാണുന്നത്, നമ്മളെ ദർശൻ വരെയാണ്. ദർശൻ വരണ കണ്ട് ജഡ്ജി അദ്ദേഹം അന്തം വിട്ട് നോക്കിയാണ്. അവിടെ എല്ലാവരും ചുറ്റിനുള്ളവരെല്ലാവരും നോക്കിയാണ്. അപ്പോൾ വിക്രത്തിന് വാദിക്കാൻ വക്കീൽ വന്നു. അപ്പോൾ വിക്രം ഓർമ്മിക്കുകയാണ്, ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് വേദ വീട്ടിൽ വന്ന സമയത്ത് മഴ നനഞ്ഞ് നിന്നപ്പോൾ കുട ചൂടി കൊടുത്തത് ദർശനാണല്ലോ, അല്ലെങ്കിൽ വേദ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്നെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന പയ്യനാണെന്ന്. ഇതൊക്കെ വിക്രം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ആ സമയം കൊണ്ട്. കഴിഞ്ഞിരുമ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് വേദയും വരികയാണ്. വേദയും വന്ന് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. വേദയും ദർശനയും കാണുമ്പോൾ ശങ്കരനാരായണനും ശ്രീകാന്തിനും നല്ല ദേഷ്യം വരികയാണ്. ടുത്ത് ജഡ്ജി അദ്ദേഹം പറയുകയാണ്, ഇത് കാപ്പ ചമത്തിയ കേസാണ്, ഇതിൽ നിന്ന് ഊരാൻ പറ്റത്തില്ല, ഇത് ഇങ്ങനത്തെ കുഴപ്പം പിടിച്ച കേസാണെന്നൊക്കെ ജഡ്ജി അദ്ദേഹം പറയുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, ഇത് ഞാൻ ചെയ്തിട്ടുമില്ല, എനിക്കൊരു യാതൊരു അറിവുമില്ല, ഞാൻ ചെയ്യാത്ത കുറ്റം എങ്ങനെ ഞാൻ ചെയ്തെന്ന് സമ്മതിക്കണം എന്നുള്ള രീതിയിൽ വിക്രവും വാദിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് തീരുമ്പോൾ വേദ അച്ഛനോടത്ത് പറഞ്ഞത് അച്ഛൻ ഓർമ്മിക്കുകയാണ്, ദൈവം നിശ്ചയിച്ച് എൻ്റെ കഴുത്തിലിട്ട കിട്ടിയ താലിയാണ്, അപ്പോൾ അത് ദൈവ നിശ്ചയമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അച്ഛൻ ഓർത്തെടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ദർശൻ വാദിക്കുകയാണ് വിക്രത്തിന് വേണ്ടി. അങ്ങനെ വാദിച്ച് വിക്രം പറഞ്ഞല്ലോ ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന്. അപ്പോൾ ദർശൻ അത് മനസ്സിലായി. ദർശനും നല്ല രീതിയിൽ വാദിക്കുന്നുണ്ട് കേസ്. ശങ്കരനാരായണന് മനസ്സിലാവുന്നു ഇനി ഒരു രീതിയിലും വിക്രത്തെ കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ ദർശൻ്റെ വാദങ്ങൾക്ക് അടിയുറവ് പറയുകയാണ് നമ്മളെ വിക്രത്തെ വിട്ടയക്കുക എന്നൊരു രീതിയിലേക്ക് നമ്മളെ ശങ്കരനാരായണൻ എത്തിയിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.